വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമുക്കറിയാം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന 4 മാർക്കിന്റെ ചോദ്യങ്ങളിലാണ് ഡയറി, പത്ര, പോസ്റ്റർ, അതുപോലെ തന്നെ സമാചാർ പത്രമൊക്കെ വരുന്നത്. നമുക്ക് അതിന്റെ ഒക്കെ ഫോർമാറ്റുകളും അതുപോലെ തന്നെ മോഡൽസും നോക്കാം. നോക്കൂ, പോസ്റ്റർ രൂപരേഖ. നമുക്കറിയാം 2 തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. 4 മാർക്കിനാണ് പോസ്റ്റർ വരികയും ചെയ്യുക. നോക്കൂ, 2 തരത്തിലുള്ള പോസ്റ്ററുകളുണ്ട്. ഒന്ന് സൂചനാ പോസ്റ്ററും രണ്ടാമത്തത് സന്ദേശ് ദേനേവാല പോസ്റ്റർ. ഓക്കെ, അപ്പൊ സൂചനാ പോസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന എവിടെ വെച്ചാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു പോസ്റ്ററിനെയാണ് എന്ത് പറയാ, സൂചനാ പോസ്റ്റർ എന്ന് പറയാ. അതുപോലെ തന്നെ സന്ദേശ് പോസ്റ്ററിൽ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, നോക്കൂ, അപ്പോ സൂചനാ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശീർഷകം ഉണ്ടാവണം, സ്ഥാന, താരീഖ്, ദിന, സ്ഥലം, സമയം, ദിവസം, അല്ലെ, എന്താണ് സബ്ജക്റ്റ് അത് എഴുതി കൊടുക്കണം. ഇനി ഉദ്ഘാടക ആരാണ്, എല്ലാവരെയും പിന്നെ ഇൻവൈറ്റും ചെയ്യണം. നമുക്കൊരു മാതൃക നോക്കാം. സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ ഫിലിം ഫെസ്റ്റിവൽ 2025. ഇവിടെ ഉദ്ഘാടക ആരാണ്, നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു ഇത്, ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്, ബൈസിക്കിൾ തീവ്സ്. നോക്കൂ, ഉദ്ഘാടക് മോഹൻലാൽ, ഫിലിം അഭിനേത. എന്താണ് സംഭവം, ബൈസിക്കിൾ തീവ്സ് ഫിലിം പ്രദർശനാണ്. നോക്കൂ, എന്നാണ്, 5 മാർച്ച് 2024 സബേരെ 9 ബജെ സ്കൂൾ ഹാൾ മേം സബ്കാ ഹാർദിക് സ്വാഗത്. ഇതാണ് എന്ത്, സൂചനാ പോസ്റ്റർ. ഇനി സന്ദേശ പോസ്റ്റർ ആണെങ്കിൽ നോക്കിയേ, പേട് ലഗാവോ ദേശ് ബജാവോ, പേട് ലഗാവോ ജീവൻ ബച്ചാവോ, ജീവൻ ഖുഷ്ഹാൽ ബനാവോ. അതായത് ഒരു സന്ദേശം പാസ് ചെയ്യുന്ന, ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന പോസ്റ്ററുകളാണ് എന്ത് പറയാ, സന്ദേശ പോസ്റ്റർ എന്ന് പറയാ. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം ഡയറിയുടെ രൂപരേഖ. ഡയറി എഴുതുന്നത് എങ്ങനെയാണ്, നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അത് അതൊരു ബോക്സിലാക്കണം അല്ലെ. നോക്കൂ, താരീഖും ദിനും എഴുതി കൊടുക്കണം അല്ലെ. താരീഖ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ് ആണ്. ദിൻ എന്ന് പറയുന്നത് എന്താണ്, ദിവസമാണ്. തുടക്കം ഇങ്ങനെയാണ്, ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹി സക്താ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം, ആജ് കാ ദിൻ മേ കൈസെ ഭൂലൂ, ആജ് കാ ദിൻ മേ കൈസെ ഭൂലൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഡയറിയിൽ എഴുതേണ്ടത്. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇസ്കെ ബാരെ മേ സോച്ച്കർ നീന്ത് ഭി നഹി ആത്ത അല്ലെങ്കിൽ നീന്ത് ഭി നഹി ആത്തി എന്നും കൂടെ എഴുതി കൊടുക്കാം. നോക്കൂ, അടുത്തത് പത്ര രൂപരേഖ. പത്ര എന്ന് പറയുമ്പോൾ എന്താണ്, ലെറ്റർ ആണ് അല്ലെ. അപ്പൊ ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് സ്ഥാനും താരീഖും എഴുതി കൊടുക്കണം. എവിടെ നിന്നാണ്, എന്നാണ് ഈ ഒരു കത്ത് അയക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അഭിസംബോധന ചെയ്യണം. പ്രിയമിത്ര, തും കൈസേ ഹോ, ठीक है ना, മുझे തുംസെ ഏക് ജറൂരി ബാത് ബതാനി ഹൈ. ഇനി കുറച്ചും കൂടെ ലെങ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് കൂടെ എക്സ്ട്രാ ആക്കി എഴുതി കൊടുക്കാം. നോക്കൂ, തും കൈസേ ഹോ, ठीक है ना, എഴുതാം, മേ യഹാ ठीक हूं, മേ യഹാ ठीक हूं, തുമാരി, നിന്റെ, അല്ലെ തുമാരാ ഓർ തുമാരി കോയി ഖബർ, നിന്റെ ഒരു വാർത്തയും, ഖബർ നഹി ഹൈ, ഒരു വാർത്തയും ഇല്ലല്ലോ, കുച്ച് ദിനോം സേ, കുറച്ച് ദിവസമായിട്ട്, എന്നിട്ട് മുജേ തുംസേ ഏക് ജറൂരി ബാത് ബതാനി ഹൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, കാരണങ്ങൾ എഴുതി കൊടുക്കാം. എന്ത് ചാപ്റ്ററിന്റെ ബേസിലാണോ ലെറ്റർ വന്നിട്ടുള്ളത് ആ ലെറ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പോയിന്റ്സ് ഇത് അവിടെ എഴുതി കൊടുക്കാം. എന്നിട്ട് തുമാരാ മിത്ര ഹസ്താക്ഷർ നാം അല്ലെ, തുമാരാ മിത്ര ഹസ്താക്ഷർ നാം, അതിനുശേഷം സേവാമേം, ആരാണോ ലെറ്റർ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതി കൊടുക്കാം. ഓക്കെ, നോക്കൂ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യമാണ് എന്ത്, പത്രവാർത്ത എഴുതാൻ. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഹാച്ചി കി കഹാനി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹാച്ചി കാ ഇന്തിസാർ ഖത്ം ഹുവാ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് എഴുതണം, ഒരു സമാചാർ പത്രം എഴുതണം. നോക്കൂ, ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു സമാചാർ പത്രം എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഹെഡിങ് വേണം, അതുപോലെ തന്നെ ദിവസവും അതുപോലെ ഡേറ്റും വേണം, ഇനി സ്ഥലം വേണം, പിന്നെ എന്താണ് കണ്ടന്റ്, ആ കണ്ടന്റ് ഇതിപ്പോ ഹാച്ചി കി കഹാനി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ട് ഇതിൻ്റെത്. ഇനി നമുക്ക് ജൂലിയ ഓർ ലൂഡ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇതേ ഒരു ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്തിട്ട്
കണ്ടന്റ് മാറ്റി എഴുതി കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. 4 മാർക്കിനാണ് ഈ എല്ലാ ചോദ്യങ്ങളും ഈ എല്ലാ ഫോർമാറ്റുകളും വരിക. മക്കൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചോളാം. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.